ഈ സംഭവം ഇത് എവിടെ നിന്നും ഒരു നോൺ ഇഷ്യൂ മാതിരി ആദ്യം വരികയാണ്. ഞാനത് ആദ്യം കാണുന്നത് ഈ രണ്ട് വ്യക്തികളുടെ പേര് പറയാതെ ഒരാൾ നടത്തുന്ന ഒരു വീഡിയോ പരാമർശമാണ്. ഇങ്ങനെ എറണാകുളം ജില്ലയിലെ 4 MLA-മാരിൽ അതിൽ മന്ത്രിയല്ലാത്തൊരു MLA ആണെന്ന് പറഞ്ഞിട്ട് എങ്ങും തൊടാതെ ഒരു സാധനം വരുന്നു. പിന്നെ കാണുന്നത് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പത്രത്തിൻ്റെ വാർത്താ കട്ടിങ്ങാണ്. അതിലും പേരൊന്നും പറയുന്നില്ല. ഇതൊരു വാർത്തയാവുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാവാത്തത്. എങ്ങനെയാണ് അതൊരു വാർത്തയാവുക? അതൊരു വാർത്തയാണോ? അല്ല, അതൊരിക്കലും ഒരു വാർത്തയല്ല, അതൊരു ഗോസിപ്പ് മാത്രമാണ്. ആ ഗോസിപ്പ് ഒരു പത്രത്തിലേക്ക് അടിച്ചു വരികയാണ് ചെയ്യുന്നത്. അതിൽ ഒരാൾക്ക് പരാതിയില്ല. അത് നടന്നിട്ടുള്ള ഇനിയിപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് തന്നെ സങ്കല്പിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ക്രൈമേ അല്ല. അങ്ങനെയാണ് ക്രൈം ആവുക. അതിലൊരു പരാതിക്കാരനോ ഇരയോ ഒന്നുമില്ല. അപ്പോൾ ഇത് വെറുതെ എന്താണ് ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇനി ഉള്ള കാര്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. സപ്പോസ് അത് നടന്നതാണെങ്കിൽ തന്നെ ഇത് പ്രചരിപ്പിക്കുന്നതിൽ ഇങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യമുള്ള? പറയുന്നത് തന്നെ അപകീർത്തികരമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടിയതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി കോൺഗ്രസിൻ്റെ സൈബർ അണികൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഒരു MLA-യുടെയും ഒരു വനിതാ നേതാവിൻ്റെയും ചിത്രം വെച്ചിട്ട് അവർക്കെതിരെ അപകീർത്തികരമായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും കുറ്റകൃത്യമാണ്. അതിൽ കേസെടുക്കണം. ഇപ്പോൾ പോലീസ് അത് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് അല്പം മുമ്പ് ഈ പോസ്റ്റ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഈ CPM-ൻ്റെ വനിതാ നേതാവ് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ്സുകാരനായ ഒരു പറവൂർ സ്വദേശിയാണ് അത് ആദ്യം ഫേസ്ബുക്കിൽ ഇട്ടത് എന്നാണ് അവർ ആരോപിച്ചത്. അപ്പോൾ നമ്മുടെ ലേഖകൻ അയാളെ പോയി കാണുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് ഇത് ഇപ്പോഴൊന്നുമല്ല, ഞാൻ 1 മാസം മുമ്പേ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് അപ്പോൾ നിങ്ങളോട് ഇതാരാണ് പറഞ്ഞത്? അത് CPM-കാരനായ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ തന്നെ അയാളോട് പറഞ്ഞു അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ പറഞ്ഞാൽ ഉള്ളതാണെന്ന് CPM-കാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടതെന്ന് പറയുന്നു. അപ്പോൾ ഇത് 1 മാസം മുമ്പ് ഈ സാധനം ഈ ഗോസിപ്പ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ തീർച്ചയായിട്ടും കൂടാലോചന ഉണ്ടാവും. ഇല്ലാത്ത കാര്യമാണെങ്കിൽ, സംഭവിക്കാത്തൊരു കാര്യമാണെങ്കിൽ 1 മാസം മുമ്പേ തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ തന്നെ പറയാണ് അവർ CPM-കാർ ഞങ്ങൾക്കെതിരെ എന്തെല്ലാമാണ് പറയുന്നത്, അപ്പോൾ ഞാൻ അവരെ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് അത്, അതിനെന്താ കുഴപ്പമെന്നാണ് ആലോചിക്കുന്നത്. അതിലൊരു കുഴപ്പമില്ല എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അതിലൊരു പ്രശ്നമില്ല. ഒരാളെ പറ്റി പരദൂഷണം പറയുന്നതിനോ പേര് വയ്ക്കാതെയാണെങ്കിലും പരദൂഷണം പറയുന്നതിന് കുഴപ്പമില്ല എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അപ്പോൾ അയാൾ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ മറ്റേ യൂട്യൂബിൽ വീഡിയോ ചെയ്ത ആളുടെ അത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇട്ടിരുന്നു, ഞാൻ അവരാരും പേര് പറഞ്ഞിട്ടില്ല, ആ വീഡിയോയിലും പേരില്ല. അപ്പോൾ ആക്ച്വലി നമ്മളിത് ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്കെതിരായ അക്രമം അത് സെക്ഷൽ ഒഫൻസ് ആവട്ടെ മറ്റെന്തെങ്കിലും ഒഫൻസ് ആവട്ടെ, അപ്പോൾ ആ ഒഫൻസിനെതിരെ നിൽക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു പൊതു മനസാക്ഷിയാണ്. ഇപ്പോൾ സ്ത്രീ പീഡകന്മാരെ കല്ലെറിയൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ രോഷാകുലരാവുന്നത് എന്തുകൊണ്ടാണ്? രോഷാകുലരാവുന്ന സ്ത്രീകൾക്കെതിരായ അക്രമത്തിനെതിരെ ഒരു പൊതു മനസാക്ഷിയുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരുമായ അക്രമത്തെക്കുറിച്ച്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഒഫൻസ് ഉണ്ടെങ്കിൽ ആ ഒഫൻസിനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, അവന്മാരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരിങ്ങനത്തെ ആൾക്കാരാണ് എന്ന് സ്ഥാപിക്കുക, അതിന് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അല്ലാണ്ട് ഇവരുടെ യഥാർത്ഥത്തിൽ ലക്ഷ്യം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയല്ല. അപ്പോൾ ഈ സ്ത്രീകൾക്കെതിരായ ഒഫൻസിനെയും ഇനി ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുണ്ടാകാവുന്ന റിലേഷൻഷിപ്പിനെ ഇവർ ഒരുപോലെയാണ് കാണുന്നത്. ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ, ഇനി അവരെത്ര പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, രാഷ്ട്രീയ നേതാവ് ആയിക്കോട്ടെ, MLA ആവട്ടെ, 2 വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കരുതുക. അതിനെയും ഈ സ്ത്രീ പീഡനത്തിനെയും ഇവർ ഒരുപോലെയാണ് കാണുന്നത്. അതായത് ഒരു ഒഫൻസിനെയും ഒരു റിലേഷൻഷിപ്പിനെയും ഇവർ ഒരുപോലെ കാണുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒന്ന് സ്ത്രീ സുരക്ഷയല്ല, ഒന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളല്ല, പകരം ഇവരുടെ പ്രശ്നം സദാചാരമാണ്. അതായത് ഈ ഒഫൻസിനെയും ഇവർ സദാചാരമായി കാണുന്നു. ഇപ്പോൾ ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന ഒഫൻസിനെയും ഇവർ കാണുന്നത് സദാചാരത്തിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ്. അതുകൊണ്ടാണ് ഒരു ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്തോ ഒരു കുറ്റകൃത്യമായിട്ട് കാണുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ എല്ലാ കോൺഗ്രസ്സുകാർ അങ്ങനെയാണെന്ന് ആക്ഷേപിക്കുകയല്ല, പക്ഷേ ഈ കോൺഗ്രസിൻ്റെ സൈബർ അണികൾ വളരെ വ്യാപകമായി എല്ലാ വാർത്തയുടെ അടിയിൽ പോയി കമൻസ് നോക്കിയാൽ നമുക്ക് കാണാം, ഇത് വളരെ വ്യാപകമായി ഇവരുടെ ഫോട്ടോ വെച്ച് ഇത് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് തിരുത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിനാണ് അപകടം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 വർഷമായിട്ട് UDF അധികാരത്തിൽ നിന്ന് പുറത്താണ്, കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ അണികൾ കാണിച്ചു വന്ന ഒരു തരം സംയമനവും സഹിഷ്ണുതയും ഉണ്ട് മുൻകാലങ്ങളിൽ. പക്ഷെ ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ സൈബർ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ന്യൂയിസൻസ് ആയിട്ടുള്ള സൈബർ അണികൾ കോൺഗ്രസിൻ്റേതാണ്. വലിയ തോതിൽ തെറിവിളി, സ്ത്രീകളെ ആക്ഷേപിക്കുക, സ്ത്രീകളുടെ ഫോട്ടോ വെച്ച് ചീത്ത പറയുക. മുമ്പ് നമ്മൾ CPM-ൻ്റെ സൈബർ കടന്നലുകളെ പറ്റിയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും സൈബർ കടന്നൽ വന്ന് തെറിവിളിക്കും. ആ തെറിവിളി കുറഞ്ഞിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈബർ ന്യൂയിസൻസ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സൈബർ അണികളാണ്. അത് കോൺഗ്രസ് നേതൃത്വം തടഞ്ഞില്ലെങ്കിൽ വലിയ അപകടം വയ്ക്കും. ആ അപകടം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചറിന് ചേരുന്നതല്ല ഇത്തരത്തിലുള്ള സൈബർ കോൺഗ്രസ് കടന്നലുകൾ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന്.
രണ്ടാമത്തെ കാര്യം, ഇനി എങ്ങാനും അബദ്ധത്തിൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരികയാണെന്നിരിക്കട്ടെ, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് മാരക പ്രഹരശേഷിയുള്ള കടന്നലുകളായി മാറും. അത് ഒരു പക്ഷേ കോൺഗ്രസ്സിന് അത് താങ്ങാൻ പറ്റില്ല, CPM താങ്ങാൻ പറ്റും. ഇത് CPM അവരുടെ സൈബർ അണികളെ നിയന്ത്രിക്കാൻ കഴിയും. അവർക്കൊരൊറ്റ സ്വിച്ച് ഇട്ടാൽ അവർക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസ്സിന് അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അതിൻ്റെ അപകടം വരാൻ പോകുന്നു കോൺഗ്രസ്സിന് തന്നെയാണ്. കാരണം കോൺഗ്രസ്സിൽ ഗ്രൂപ്പുകളുണ്ടാവും, കോൺഗ്രസ്സിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കോൺഗ്രസ്സിൽ നേതാക്കൾക്ക് പലതരം താല്പര്യങ്ങളുണ്ടാവും. ഈ താല്പര്യങ്ങളുടെ പേരിൽ ഈ കടന്നലുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഇവരെങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് മേലുണ്ടാകുന്ന ഏറ്റവും വലിയ ശാപമായിരിക്കും.